നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റോറിയും അതിൻ്റെ എൻഡിങ്ങും നമുക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ളൊരു എൻഡിങ്. കത്തുന്ന തീയ് ആ പുള്ളിയുടെ കണ്ണിലുമുണ്ട് ആദ്യം മുതൽ. ഇന്ദ്രൻസിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി, പിന്നെ കുറച്ച് പുതിയ ആളുകളെല്ലാം, ഒരു കുട്ടിയുണ്ട്. നമ്മൾ നന്നായിട്ട് കുട്ടികളെ ശ്രദ്ധിച്ച് വളർത്തും. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര നല്ലതാണ്. എല്ലാവരുടെ അഭിനയം സൂപ്പറാണ്. മിടുക്കന്മാരായിട്ട് ഓരോ ഇതിൽ പുള്ളികൾ ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് വിട്ടുകൊടുക്കാതെ ചേട്ടാ നല്ല മൂവിയാണ്. ഇപ്പോഴത്തെ ഒരു പ്രാദേശിക തലത്തിൽ നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസിന് നല്ല ആയിട്ടുള്ളൊരു വോയിസും കൂടിയാണ് മൂവി. എല്ലാവരും കാണേണ്ട ഒരു മൂവിയാണ്. സിനിമ നല്ല സിനിമയാണ്. അതായത് അതിൻ്റെ കണ്ടന്റ് വളരെ അടിപൊളിയാണ്. അതിൻ്റെ സ്റ്റോറി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റോറിയും അതിൻ്റെ എൻഡിങ്ങും നമുക്ക് സാറ്റിസ്ഫൈ ആയിട്ടുള്ളൊരു എൻഡിങ് ആണ്. കാണേണ്ട മൂവിയാണ്, കണ്ടിരിക്കേണ്ട മൂവിയാണ്. അഭിനയങ്ങളും അതെ, ഇപ്പം ഇന്ദ്രൻസ് ആണെങ്കിലും ജാഫർ ഇടുക്കി ആണെങ്കിലും നല്ല പെർഫോമൻസ് ആയിരുന്നു. പുതുതായിട്ട് കുറച്ച് ആളുകളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു നാട്ടുപ്രദേശം, അതിൻ്റെ ആ ഒരു കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല മെസ്സേജാണ്, നല്ല കണ്ടന്റാണ് അതിൽ കൊടുക്കുന്നത്. മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു ടീമുണ്ട് അതിനകത്ത്. നല്ല പടമാണ്. നല്ല പടം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ്ങും കുറച്ച് സ്ലോ ആയിരുന്നു, പക്ഷേ എൻഡിങ് പറഞ്ഞാൽ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എൻഡിങ് ആയിരുന്നു. ആക്ടിംഗ് വൈസ് ഇന്ദ്രൻസിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി, പിന്നെ കുറച്ച് പുതിയ ആളുകളെല്ലാം, ഒരു കുട്ടിയുണ്ട്. കുഴപ്പമില്ല, നല്ല സിനിമ നന്നായിരുന്നു. ഇന്ദ്രൻസ് നന്നായിട്ട് അഭിനയിച്ചു. ഇന്ദ്രൻസ് പൊതുവെ എല്ലാം നന്നായിട്ട് തന്നെ അഭിനയിക്കുക. നന്നായിരുന്നു. ആ കുട്ടി, ചെറിയ കുട്ടി നന്നായിട്ട് അഭിനയിച്ചു. മെസ്സേജ് കുട്ടികളെ വളരെ സൂക്ഷിച്ച് വളർത്തുക. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് കുട്ടികളെ ശ്രദ്ധിച്ച് വളർത്തും. നല്ല സ്റ്റോറിയായിരുന്നു. ഇന്ദ്രൻസ് നല്ല ആക്ടിങ്. ഒത്തിരി കത്തുന്ന തീയ് ആ പുള്ളിയുടെ കണ്ണിലുമുണ്ട് ആദ്യം മുതൽ. നല്ലായിരുന്നു. ജാഫർ ആ പുള്ളിയും നല്ലോണം ആക്ട് ചെയ്തു. കൊച്ചും നല്ല ഭംഗിയായിട്ട് ആക്ട് ചെയ്തു. എല്ലാ കഥാപാത്രങ്ങളും നല്ലായിരുന്നു. നല്ലൊരു സ്റ്റോറി, നല്ല ഫിലിമാണ്. നമുക്ക് മസ്റ്റ് വാച്ചിങ് മൂവി എന്ന് പറയാം. പക്ഷേ നമുക്ക് പഴയ ഒരു തീമാണെന്ന് പറഞ്ഞാൽ അല്ല, ഇപ്പോഴേ പ്രസൻറ്റ് ലൈഫിൽ നടക്കുന്ന ഒരു തീം തന്നെയാണിത്. അതിൻ്റെ ക്ലൈമാക്സ് ജനങ്ങളിപ്പം പല കാര്യങ്ങളും കയ്യിലെടുത്ത് ചെയ്യുന്നു എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇതാണ് ക്ലൈമാക്സിൽ വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അതൊരു നല്ല നീക്കം തന്നെയാണ്. നമ്മൾ ഒരുപാട് വർഷങ്ങളെ കാത്തിരുന്ന് ഓരോരുത്തരെ ഊട്ടി ഉറക്കി ഇതൊക്കെ ആക്കി എടുക്കുന്നതാണ്. നമ്മൾ പഴയ പല ജയിലുകളിൽ നിന്ന് നല്ല മിടുക്കന്മാരായിട്ട് ഓരോ ഇതിൽ പുള്ളികൾ ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന് വിട്ടുകൊടുക്കാതെ ജനങ്ങൾ നേരിട്ട് ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ള ഒരു എന്തോ എനിക്കത് ഭയങ്കര നല്ലതായിട്ട് തോന്നി. എൻ്റെ ഒരു ഇഷ്ടം അങ്ങനെ തോന്നി. നല്ലൊരു ക്ലൈമാക്സ് ആണ്. നമ്മൾ ലാസ്റ്റിൽ നമുക്ക് ആ ക്ലൈമാക്സ് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് തോന്നും. അത് തന്നെയായിരുന്നു ആ ഒരു ക്ലൈമാക്സ്. നമ്മൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലൈമാക്സാണ്. അത് തന്നെയായിരുന്നു. നല്ല ഫിലിം. അഭിനയം നമുക്കിപ്പോൾ ജാഫർ ഇടുക്കി ഒരു ഭയങ്കര നല്ല അഭിനയമാണ്. ജീവിക്കുകയാണ് അയാൾ, ജീവിക്കുക തന്നെയാണ്. പിന്നെ ഇന്ദ്രൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഇന്ദ്രൻസ് പൊളിക്കും, അത് നമുക്കറിയാം. ജാഫർ ഇടുക്കി ആദ്യ അവസാനം നല്ല തകർത്തിട്ടുണ്ട്. അവർ രണ്ടുപേരെയും തന്നെയാണ്. അവരെല്ലാ കുഞ്ഞായിട്ട് വന്ന മോളും അവളും അത് നല്ല അഭിനയമാണ്. പൊതുവെ നല്ലൊരു ഫിലിമാണ്. നല്ല സിനിമയാണ്. ത്രൂ ഔട്ട് നമുക്കൊരു ഇമോഷണൽ റൈഡാണ്. ആദ്യം തൊട്ടേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കഥ പോകുന്നത്. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര നല്ലതാണ്. എല്ലാവരുടെ അഭിനയം സൂപ്പറാണ്. വളരെ നല്ല സിനിമയാണ് കേട്ടോ. പക്ഷേ ശരിക്കും നമ്മൾ ഒരു വിചാരിച്ചിരിക്കുന്നതിനേക്കാളും എന്തൊരു രസമാണ്. തുടക്കം മുതൽ അവസാനം വരെ നല്ല രസമുണ്ട്. ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. നല്ല കുടുംബപരമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. പഴയ നമ്മുടെ നാട്ടിൻപുറത്തെ കാര്യങ്ങളും അതും ഇതൊക്കെ വളരെ മനോഹരമായിട്ട് അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എടുത്തു പറയാനുള്ളത് എനിക്ക് ഇടുക്കി ജാഫറിൻ്റെ അഭിനയം ഭയങ്കര നന്നായിട്ട് തോന്നി. അതുപോലെ നമ്മുടെ ഇന്ദ്രൻസും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ജ്വലിച്ചു നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ജാഫറിൻ്റെയാണ്. അപ്പോൾ പറയാൻ വയ്യാത്തൊരു ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു അഭിനയമാണ്. അതേപോലെ തന്നെ ഒരു IV വിജയൻ ഇതിൽ നല്ല വേഷം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയം ചെയ്യുന്ന സൗമ്യ എന്നാണെന്ന് തോന്നുന്നു കുട്ടി. ഭയങ്കര ഗംഭീര ഒരു പ്രസൻറ്റേഷനാണ്. നമ്മുടെ സിനിമ ലോകത്തിലേക്ക് ഒരു പുതിയ ഒരു നടിയെ തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ ഇതിൽ കൂടെ. പൊതുവെ ഭയങ്കര നല്ല സിനിമയാണ്. എല്ലാവരും കാണാൻ പറ്റിയ സിനിമയാണ്.